സിനിമകളിലെ ഡയലോഗുകൾ മുഴുവൻ ഒരു കാലത്ത് വള്ളുവനാടൻ ഭാഷയായിരുന്നു. എന്താ ഒപ്ലേ സുഖാണോ? ജഗദീഷ് ശ്രീകുമാറിൻ്റെയൊക്കെ ചില ഡയലോഗുകളിൽ, ആദ്യകാല സിനിമകളിലെ ചില ഡയലോഗുകളിൽ ഏറ്റവും സ്പഷ്ടമായി തിരുവനന്തപുരത്തെ ഭാഷയുണ്ട്. കാസർഗോഡ് ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന വാഴയ്ക്കൊപ്പത്തിന് പഴംപൊരിക്ക് മാത്രം ഏതാണ്ട് 20ഓളം പേരുണ്ട്. തിരുവനന്തപുരത്ത് ഓരോ പഞ്ചായത്ത് കഴിയുമ്പോഴും സ്വരത്തിൻ്റെ വൈവിധ്യം ഉണ്ടാകാറുണ്ട്. തിരുവനന്തപുരം ഭാഷ കേരളത്തിലെ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ സംഗീതാത്മകമായ ഭാഷയാണ്. തിരുവനന്തപുരത്തെ ഭാഷയെ സ്വാധീനിച്ചിരിക്കുന്നത് ഭൂപ്രകൃതിയും അവിടുത്തെ ജനങ്ങളുടെ ഭൂപ്രകൃതിയും തൊഴിലും എന്ന പോലെ തന്നെ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പർവ്വതങ്ങൾ, നദികൾ, അതുപോലെ കാർഷിക സംസ്കൃതി, ഇതെല്ലാം ചേർത്ത്. അത് മാത്രമല്ല, രാഗത്തിൻ്റെ ഒരു സാധ്യതയാണ് തിരുവനന്തപുരത്തെ ഭാഷകളിൽ ഏറ്റവും കൂടുതലുള്ളത്. രാഗമാണ്, ഈണത്തിലധിഷ്ഠിതമാണ് അവിടുത്തെ ഭാഷയുടെ ഒരു സൗകുമാര്യത തന്നെ അങ്ങനെയാണ്. ഈ പാടുന്നത് പോലെയുള്ള ഭാഷയാണ്. എനിക്ക് തോന്നുന്നു അത് അഭ്യസ്തവിദ്യരുടെ ഇടയിൽ അത് അധികം ഉപയോഗിക്കപ്പെടാറില്ല. അഭ്യസ്തവിദ്യരുടെ ഒരു കുഴപ്പം, അവർ ഗ്രാമപ്രദേശത്തു നിന്ന് നഗരത്തിൽ പഠിക്കാൻ പോകുമ്പോൾ, അന്ന് കാലത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലുമാണ് MA ഉള്ള 2 കോളേജുകൾ. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മഹാരാജാസിൽ അഡ്മിഷൻ കിട്ടാത്തവരും യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവരും മഹാരാജാസിലൊക്കെ പോകും, ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലുള്ള, വിവിധ ദേശങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഷയെ പെട്ടെന്ന് ഈ കുട്ടികൾ മാനകീകരണം, അതല്ലെങ്കിൽ മാനക ഭാഷയായിട്ടങ്ങ് ഉപയോഗിക്കും. അപ്പോൾ എന്തെങ്കിലും പറയണ്ടേ, സുഖം തന്നെ എന്ന് ചോദിക്കേണ്ടവൻ എന്താ സുഖമാണോ എന്ന് ചോദിക്കും. അതിൻ്റെ പ്രത്യേകത, സിനിമകളിലെ ഡയലോഗുകൾ മുഴുവൻ ഒരു കാലത്ത് വള്ളുവനാടൻ ഭാഷയായിരുന്നു. എന്താ ഒപ്ലേ സുഖാണോ എന്ന് ചോദിക്കും. എന്നൊക്കെ എനിക്ക് സ്ഥിരം. പക്ഷേ ഇപ്പോൾ സിനിമകളിൽ മുഴുവൻ പ്രാദേശിക ഭേദങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ പ്രാദേശിക ഭേദങ്ങൾക്ക് അനുസരണമായ ഡയലോഗുകൾ വരുന്നുണ്ട്. വടക്കൻ സെൽഫിൽ എന്തെല്ലാം എന്ന് പറയും. അത് ഏറ്റവും വടക്കൻ കേരളത്തിലെ ഒരു സ്വരമാണ്. അതുപോലെ തന്നെ രാജമാണിക്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക മേഖലയിലെ ഭാഷയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെയൊക്കെ ചില ഡയലോഗുകളിൽ, ആദ്യകാല സിനിമകളിലെ ചില ഡയലോഗുകളിൽ ഏറ്റവും സ്പഷ്ടമായി തിരുവനന്തപുരത്തെ ഭാഷയുണ്ട്. ഇതാണോ ക്രിക്കറ്റ് കളി? ഒരുത്തൻ എറിയുന്നു, ഒരുത്തൻ അടിച്ച് കളയാനാണെങ്കിൽ പിന്നെ പുല്ല് എന്തിനിടെ എറിയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഇത് കാഷ്വലായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമകളിലൊക്കെ, പഴയ സിനിമകളിൽ, ഓട്ടോയിലൊക്കെ മീനുക്കുട്ടിക്ക് നല്ല രസ്യ ആയുസ് കൊടുത്തിട്ടേക്കുന്നതാണ്. രസ്യൻ ആയുസ് എന്ന് പറയുന്നത് രസികൻ എന്നുള്ള അർത്ഥത്തിൽ, കൊള്ളാവുന്നത് എന്ന അർത്ഥത്തിൽ, ഉത്തമം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോൾ കവാലക്കുറ്റി, കപോലഗ്രന്ഥി എന്ന സംസ്കൃത വാക്കിൻ്റെ മലയാളമാണ് കവാലക്കുറ്റി. ചെപ്പാക്കുറ്റി, ശ്രദ്ധാഗ്രന്ഥി, ഇതാ ഈ ഭാഗത്താണ് ശ്രദ്ധാഗ്രന്ഥി. കേൾവിയിൽ നിന്ന് തലയിലേക്കുള്ളതാണ് ശ്രദ്ധാഗ്രന്ഥി. ഈ ശ്രദ്ധാഗ്രന്ഥി എന്നുള്ള വാക്കിൻ്റെ മലയാളമാണ് ചെപ്പാക്കുറ്റി. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പ്രത്യേകമായ വാക്കുകൾ, അതിൻ്റെ ധ്വനികൾ, അതിൻ്റെ അർത്ഥസാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. ഈ തിരുവനന്തപുരത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നദിയും കടലും ആണ് ഭാഷയുടെ താളത്തെ വേർതിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അത്, ചില ജില്ലകളിൽ അത് കായലായിരിക്കും, ചില ജില്ലകളിൽ അത് മറ്റ് ചില ഭൂപ്രദേശങ്ങളായിരിക്കും, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തുരുത്തായിരിക്കും. ഇപ്പോൾ മൺട്രോ തുരുത്ത് എന്നത് ഒരു തുരുത്താണ്. ഈ തുരുത്തിനകത്ത് വേറൊരു തരം ഭാഷ ഉണ്ടാകാം. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്, വളരെ ശ്രദ്ധേയമായൊരു പ്രത്യേകതയാണ്. തിരുവനന്തപുരത്ത് ഓരോ പഞ്ചായത്ത് കഴിയുമ്പോഴും സ്വരത്തിൻ്റെ വൈവിധ്യം ഉണ്ടാകാറുണ്ട്. ഓരോ പഞ്ചായത്ത് കഴിയുമ്പോഴും ഉണ്ട്. അത് എന്ന് വെച്ചാൽ അതിലെ എല്ലാ പ്രത്യേകതകളുണ്ട്. ഭൂപ്രകൃതി മാത്രമല്ല, ഈ നദി മാത്രമല്ല, ജനങ്ങളുടെ തൊഴിലിടത്തിൻ്റെ വ്യത്യാസവും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ജനങ്ങളുടെ തൊഴിലിൻ്റെ വ്യത്യാസം കൂടി ഈ കാര്യത്തിൽ വളരെ പ്രധാനമായിട്ട് ഉണ്ട്. ഇപ്പോൾ നെയ്ത്ത് തൊഴിലാളി സംസാരിക്കുന്ന പോലെ അല്ല കർഷക തൊഴിലാളി സംസാരിക്കുന്നത്, അതുപോലെയല്ല അധ്യാപകനായ ഒരാൾ സംസാരിക്കുന്നത്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള പ്രത്യേകതകൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലും ഉണ്ട്. ഇപ്പോൾ കടപ്പുറത്തെ ആളുകളുടെ ഭാഷ ഈ പ്രദേശത്ത്, അതായത് ഈ നമ്മളെ കണ്ണമാലി പ്രദേശത്ത്, അതുപോലെ ഈ ഫോർട്ട് കൊച്ചി പ്രദേശത്തുള്ള കടപ്പുറത്തെ ഭാഷയല്ല കോവളത്തുള്ള ഭാഷ, കോവളം കടപ്പുറത്തെ ഭാഷ, അതല്ല ശംഖുമുഖത്തെ ഭാഷ, അതല്ല ഒരു ക്രിസ്ത്യൻ കൾച്ചറിലോ ഇസ്ലാം കൾച്ചറിലോ അല്ലാത്ത മീൻ വിൽപ്പനക്കാർ, മീൻപിടുത്തക്കാർ താമസിക്കുന്ന കൊല്ലങ്കോട് ഭാഗത്തെ കൾച്ചർ, അത് വേറൊരു തരം ഭാഷയാണ്. അതല്ല ആലപ്പുഴയിലെ ഭാഷ.
ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിൽ ഭാഷ യുടെ സൗകുമാര്യതയ്ക്ക് വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിന് തന്നെ, ഇപ്പോൾ പഴംപൊരി എന്ന് പറയുന്ന സാധനം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ വാഴയ്ക്കപ്പം എന്ന് പറയും. വാഴയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന അപ്പം വാഴയ്ക്കപ്പം. എന്നാൽ വടക്കോട്ട് പോകുമ്പോൾ അത് പഴം കൊണ്ട് അതുണ്ടാക്കുള്ളൂ. പഴം പൊരിക്കുന്നതാണ് പഴംപൊരി. ഇനി നിങ്ങൾ ഈ കണ്ണനല്ലൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ, കണ്ണനല്ലൂർ കഴിഞ്ഞ് കുറേ കൂടി അങ്ങോട്ട് കുണ്ടറ ഭാഗത്തൊക്കെ പോകുമ്പോൾ പിന്നെ ചായ കടിയെന്ന് എഴുതി വെച്ചേക്കില്ല, ചായ പൊരിപ്പ് എന്നാണ്. നമ്മളിവിടെ പൊരിപ്പ് എന്ന് പറയുന്നത് മീനോ ഇറച്ചി പൊരിക്കുന്നതിനാണ് പൊരിപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിൽ വ്യത്യാസമുണ്ട്. ഈ പിന്നെ കാസർഗോഡ് ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന വാഴയ്ക്കപ്പത്തിന് പഴംപൊരിക്ക് മാത്രം ഏതാണ്ട് 20ഓളം പേരുണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ പേര്. ബായക്ക, ഇതാണ് പഴംമൂളി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ പിന്നെ പട്ടത്തിന്, നമ്മൾ പട്ടം എന്ന് പറയുന്നതിന് അവർ പറയുന്നത് പറക്കാങ്കൂസ് എന്നാണ്. പറക്കും കടലാസ് ആണ് പറക്കം. ഒരു കടലാസിനെ ഒരു ഈർക്കിൽ വെച്ച് അതിനെ ബാലൻസ് ചെയ്താണല്ലോ പറപ്പിക്കുന്നത്. കടലാസ് പറക്കുന്നതുകൊണ്ട് പറക്കാങ്കൂസ്. ഇത്തരത്തിൽ ഒരുപാട് പേരുകൾ, ഒരുപാട് ഭേദങ്ങൾ, ഒരുപാട് ആസ്വാദന ഭേദങ്ങൾ, അവതരണ ഭേദങ്ങൾ ഭാഷയിൽ, തിരുവനന്തപുരത്തെ ഭാഷയിൽ വ്യത്യസ്തമായി വിശേഷിച്ചും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭാഷ കളിയാക്കപ്പെടേണ്ട ഭാഷയല്ല, കൊണ്ടാടപ്പെടേണ്ട ഭാഷ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഭാഷ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി കാർഡാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത് MT ആണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ടുകൊണ്ട് തന്നെ പറയട്ടെ, എൻ്റെ ഭാഷ എൻ്റെ തിരിച്ചറിയൽ കാർഡും കൂടിയാണ്. നമസ്കാരം.